ഒരൊറ്റ ക്ലിക്കിൽ നൂറുകണക്കിന് പിവറ്റ് ടേബിൾ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സൽ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്നിക്ക് ഇവിടെ വിശദീകരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, HR-ലോ അക്കൗണ്ട്സിലോ എഞ്ചിനീയറിംഗിലോ എഡ്യൂക്കേഷനിലോ ഏത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഈ ടെക്നിക്ക് പ്രയോജനപ്പെട്ടെന്ന് വരാം. 40-ലധികം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിലെ 12 നഗരങ്ങളിൽ, അതായത് മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിങ്ങനെ 12 നഗരങ്ങളിൽ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ 4 വർഷത്തെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത്. 2017 മുതൽ 2020 വരെയുള്ള 4 വർഷങ്ങളിലെ സെയിൽസ് ഡേറ്റ. ഏതാണ്ട് 30,000-ലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ. ഇനി ഡേറ്റ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് അഥവാ സെയിൽ നടന്ന തീയതി, രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ പ്രോഡക്റ്റ് കാറ്റഗറി, നാലാമത്തെ കോളത്തിൽ സെയിൽ നടന്ന സിറ്റിയുടെ പേര്, അഞ്ചാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ആറാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, ഏഴാമത്തെ കോളത്തിൽ എമൗണ്ട്. ഇനി ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. 2017 മുതൽ 2020 വരെയുള്ള 4 വർഷങ്ങളിൽ ഈ 40-ലധികം സ്പോർട്സ് എക്യുപ്മെൻറ്റുകൾ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നഗരത്തിലും എത്ര രൂപയുടെ സെയിൽ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 12 നഗരങ്ങളിലാണ് ഈ കമ്പനിക്ക് ഔട്ട്ലെറ്റ്സ് ഉള്ളത്. ഓരോ നഗരത്തിലെയും റിപ്പോർട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണം. ഇനി എക്സലിലെ പിവറ്റ് ടേബിൾ എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റയിൽ നിന്ന് ഇത്തരം റിപ്പോർട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓരോ വർഷത്തെ എമൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. അതായത് 2017, 18, 19, 2020 എന്നിങ്ങനെ 4 വർഷങ്ങളിലെ എമൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. എന്നാൽ ഇപ്പം നമ്മുടെ ഡേറ്റയിൽ തീയതികൾ മാത്രമാണുള്ളത്. തീയതിയിൽ നിന്ന് വർഷം കണ്ടെത്താനായിട്ട് ഇവിടെ പുതിയൊരു കോളം ആഡ് ചെയ്യുന്നു. ഇയർ ഈക്വൽ ഇയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ തീയതിയിൽ നിന്ന് 2017 എന്ന വർഷം ഇങ്ങോട്ടേക്ക് കിട്ടി. ഇനി ഈ ഫോമിലെ താഴെ കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, 2020. ഈ കോളത്തിന് ബോർഡേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് Ctrl+Shift ഡൗൺ ആരോ, ഓൾ ബോർഡേഴ്സ്. ഇനി ഈ ഡേറ്റയിൽ നിന്ന് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോവുക, പിവറ്റ് ടേബിൾ. നോക്കുക, പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. അതോടൊപ്പം നമ്മുടെ ഡേറ്റ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. പിവറ്റ് ടേബിൾ പുതിയൊരു വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ വർക്ക്ഷീറ്റ്, ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ പിവറ്റ് ടേബിൾ 1 എന്നൊരു പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം. ഇനി വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സോഴ്സ് ഡേറ്റയിലെ കോളങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഡേറ്റ്, പ്രോഡക്റ്റ്, കാറ്റഗറി, സിറ്റി, യൂണിറ്റ്സ്, പ്രൈസ്, എമൗണ്ട്, ഇയർ. ആദ്യം പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, പ്രോഡക്റ്റ് ലിസ്റ്റ് നമുക്ക് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആണിത്, 43. ഇനി ഓരോ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്ന് അറിയാനായിട്ട് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഓരോ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 4 വർഷങ്ങളിൽ നടന്ന ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, നമ്പർ ഫോമാറ്റ്, നമ്പർ, യൂസ് 1000 സെപ്പറേറ്റർ, ഡെസിമൽ പ്ലേസസ് വേണ്ട, 0, ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ 4 വർഷങ്ങളിലെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആണിത്. ഓരോ വർഷത്തെ എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് അറിയാനായിട്ട് ഇയർ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് കോളംസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, 2017, 2018, 2019, 2020 എന്നിങ്ങനെ ഓരോ വർഷങ്ങളിൽ നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ കാണാം. അവസാനത്തെ കോളത്തിൽ ഗ്രാൻഡ് ടോട്ടൽ. ഇനി ടോട്ടൽ വേണ്ടാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, റിമൂവ് ഗ്രാൻഡ് ടോട്ടൽ. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഓരോ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 12 സിറ്റികളിൽ നടന്ന സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ്. ഇനി ഓരോ സിറ്റിയിലെയും റിപ്പോർട്ട് വെവ്വേറെ വേണമെങ്കിൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം സിറ്റി എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു.
നോക്കുക, ഇവിടെ പുതിയൊരു ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം സിറ്റി. ഈ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, നഗരങ്ങളുടെ പേരുകളാണ് ഈ കാണുന്നത്. സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ്. ഇനി ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സിറ്റി സെലക്ട് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ചെന്നൈ ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഓൾ ചെന്നൈ. ഓക്കെ. നോക്കുക, ചെന്നൈ സിറ്റിയിൽ മാത്രം നടന്ന സെയിൽസിൻ്റെ എമൗണ്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഹൈദരാബാദാണ് വേണ്ടതെങ്കിൽ ഹൈദരാബാദ്. ഓക്കെ. ഇനി ഓരോ സിറ്റിയുടെയും റിപ്പോർട്ട്, അതായത് ആഗ്ര, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, ചെന്നൈ എന്നിങ്ങനെ ഓരോ സിറ്റിയുടെയും റിപ്പോർട്ട് വെവ്വേറെ ഷീറ്റുകളിൽ ഒരൊറ്റ ക്ലിക്കിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി സെലക്ട് ഓൾ. ഓക്കെ. ഇനി പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്ത ശേഷം പിവറ്റ് ടേബിൾ അനലൈസ് എന്ന ടാബിൽ പോവുക. ഇനി പിവറ്റ് ടേബിൾ ഓപ്ഷൻസിന് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ്. നോക്കുക, ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. നമ്മൾ ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫീൽഡ് ഈ ഡയലോഗ് ബോക്സിൽ കാണാം. നമ്മളിവിടെ സിറ്റി എന്ന ഫീൽഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റി, അതേ ഫീൽഡ് തന്നെ ഇവിടെ കാണാം. ഇനി ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, 12 വർക്ക്ഷീറ്റുകളിലായിട്ട് 12 റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, ചെന്നൈ. അതായത് ഫിൽറ്റേഴ്സിൽ എത്ര വാല്യൂസ് ഉണ്ടായിരുന്നോ അത്രയും പേരുകളിൽ അത്രയും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഇവിടെ 50, 100 നഗരങ്ങളുടെ പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യപ്പെട്ടേനെ. ഈ വീഡിയോയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അതായത് ഒരു ഉദാഹരണം കൂടെ വിശദീകരിക്കുന്ന എക്സ്റ്റെൻഡഡ് വേർഷൻ എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയൽ വേണമെന്നുള്ളവർക്ക് ഈ പറഞ്ഞ കോഴ്സിൽ നിന്ന് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ കോഴ്സിന് മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ളവർ കോഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് അതിന് വേണ്ടുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.